Hello dear students, welcome back to ISKC English. Okay dear students, നോക്കൂ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ബ്ലോക്ക്. അതായത് നമുക്ക് എടുക്കാനുള്ളത് മൂന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ്. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു യൂണിറ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ളതാണ്. അതായത് ഒന്നുകിൽ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് എന്താണെന്നുള്ളൊരു ഐഡിയ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുമല്ലോ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരാൾ മറ്റൊരാളോട് പറയുന്ന കാര്യം അത് വേറൊരാൾ പറയുന്ന ഒരു രീതിയാണ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മറ്റൊരാളോട് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഒരാൾ തനിച്ചു പറയുന്ന കാര്യം അയാൾ പറയുന്ന രീതിയിൽ തന്നെ പറയാം, അയാൾ പറയുന്ന പോലെ പറയാം. അതാണ് എന്ത് ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളിൽ അയാൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ അവ മാറ്റം വരുത്തിയിട്ട് മറ്റൊരാൾ പറയാം. അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഇത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് റൂൾസ് പഠിക്കാണ്ട്, അതുപോലെ തന്നെ ചില ചേഞ്ചസ്, ചില മാറ്റങ്ങൾ ഏതെല്ലാം വന്നാൽ ഏതെല്ലാം തരത്തിൽ മാറണം, ഏതെല്ലാം ടെൻസുകൾ ഏതെല്ലാം രൂപത്തിലേക്ക് മാറണം, ഇത്തരത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് ക്ലാസ് ആയിട്ട് തന്നെ അപ്പോൾ ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് ടെക്സ്റ്റിലേക്ക് നമുക്ക് പോവാം. നമുക്ക് നമ്മൾ ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. ഫസ്റ്റ്, വാട്ട് ഈസ് റിപ്പോർട്ടഡ് സ്പീച്ച്? എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച്? റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കൂ. ഇൻ റൈറ്റിംഗ് ഓർ സ്പീച്ച് there are two ways of reporting the words of a speaker. ഇനി എഴുതാണെങ്കിലും ശരി, അതല്ല സ്പീച്ച് ആണെങ്കിലും ശരി, നമുക്ക് ഒരു സ്പീക്കർ പറഞ്ഞ കാര്യങ്ങളെ രണ്ട് രീതിയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ സ്പീച്ച് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും രണ്ട് രീതിയുണ്ട്. അതിൽ ഒന്ന് ഡയറക്റ്റ് സ്പീച്ച്, മറ്റൊന്ന് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇനി എന്താണ് ഡയറക്റ്റ് സ്പീച്ച്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ദ സ്പീക്കേഴ്സ് വേർഡ്സ് ആർ എക്സാക്ട്ലി റിപ്പീറ്റഡ് ആസ് ഹി ഓർ ഷീ ഹാസ് സെഡ്. അതായത് ഒരു റൈറ്റർ അയാൾ പറഞ്ഞ വാക്കുകൾ അയാൾ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. റൈറ്റർ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞത് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ആൻഡ് എൻക്ലോസ്ഡ് വിത്തിൻ കൊട്ടേഷൻ മാർക്ക്. അങ്ങനെ അതെന്ത് ചെയ്യാം, കൊട്ടേഷൻ മാർക്കിൽ, അതായത് ഇൻവെർട്ടർ കോമയ്ക്കകത്ത് എഴുതി വെക്കാം. ഒരാൾ പറഞ്ഞ ഡയലോഗ് അതേപോലെ പറഞ്ഞിട്ട് അതിന്റെ റിപ്പീറ്റേഷൻ അതേപോലെ പറയാം, അത് ഇൻവെർട്ടർ കോമയ്ക്കകത്ത് എഴുതി വെക്കും ചെയ്യാം. ഇതാണ് ഡയറക്റ്റ്. ഇനി ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പൊ ഇൻഡയറക്റ്റ് നമുക്ക് ഇൻഡയറക്റ്റ് പറയുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങളും പറയാനുണ്ട്. ഇൻ ഡയറക്റ്റ് സ്പീച്ച്, ഈ ഡയറക്റ്റ് സ്പീച്ചിൽ ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ പറയുന്നതിന് there are two parts, രണ്ട് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് രണ്ട് ഭാഗങ്ങൾ? ദ റിപ്പോർട്ടിംഗ് പാർട്ട് ആൻഡ് ദ സ്പീച്ച് പാർട്ട്. റിപ്പോർട്ടിംഗ് പാർട്ടും സ്പീച്ച് പാർട്ടും. ഈ റിപ്പോർട്ടിംഗ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് പറയുന്നു എന്ന് പറയില്ലേ, ഇന്നാള് പറയുന്നു, അതിനാണ് നമ്മൾ റിപ്പോർട്ടിംഗ് പാർട്ട് എന്ന് പറയാം. അയാൾ എന്താണോ പറഞ്ഞത് അതാണ് സ്പീച്ച് പാർട്ട്. അങ്ങനെ രണ്ട് ഭാഗമുണ്ട്. ഏതില്? ഡയറക്റ്റ് സ്പീച്ചിൽ. ദ വെർബ് ദാറ്റ് precedes the speech part is known as റിപ്പോർട്ടിംഗ് വെർബ്. ഇനി ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്റ്റ് സ്പീച്ചിൽ വരുന്ന വെർബ്, ആ ഒരു വെർബിനാണ് എന്ത് പറയുന്നത്, അതായത് സ്പീച്ച് പാർട്ടിന്റെ മുൻപിൽ വരുന്ന വെർബ്, അതാണ് റിപ്പോർട്ടിംഗ് വെർബ്. ആ റിപ്പോർട്ടിംഗ് വെർബ് എവിടെ വരിക? സ്പീച്ച് പാർട്ടിന്റെ മുൻപിൽ. ദ വെർബ് ദാറ്റ് precedes the സ്പീച്ച് പാർട്ട്, അതായത് റിപ്പോർട്ടിംഗ് വെർബ്. ആ റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞിട്ടേ സ്പീച്ച് പാർട്ട് വരുള്ളൂ.
ഇനി എന്താണ് ഇൻഡയറക്റ്റ് സ്പീച്ച്? ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ the words of the speaker are reported without using his or her exact words. അതായത് ഒരു റിപ്പോർട്ടർ പറഞ്ഞ വാക്ക്, ഒരു സ്പീക്കർ പറഞ്ഞ വാക്കുകൾ അതേപോലെ ഉപയോഗിക്കാതെ, സ്പീക്കറുടെ എക്സാക്റ്റ് വാക്കുകൾ ഉപയോഗിക്കാതെ റിപ്പോർട്ട് ചെയ്യാം. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, അതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച് ദ വേർഡ്സ് ഓഫ് ദ സ്പീക്കർ ആർ നോട്ട് എൻക്ലോസ്ഡ് വിത്തിൻ കൊട്ടേഷൻ മാർക്ക്. നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്പീക്കറുടെ വാക്കുകൾ കൊട്ടേഷൻ മാർക്കിലാണ് നൽകാന്ന്. എന്നാൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ കൊട്ടേഷൻ മാർക്കിനകത്തല്ല നൽകുന്നത്. ഇനി ചേഞ്ചിങ് ഡയറക്റ്റ് സ്പീച്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? when a direct speech is converted into an indirect speech, നമ്മളൊരു ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ there occurs, അവിടെ വരുന്ന മാറ്റങ്ങൾ പ്രധാനമായും വരുന്നത് 3 മാറ്റങ്ങളാണ്. ഒന്ന്, ചേഞ്ച് ഇൻ ദ റിപ്പോർട്ടിംഗ് വെർബ്, അതായത് സ്പീച്ച് പാർട്ടിന് മുൻപ് വന്ന വെർബ്, ആ വെർബിനെ നമ്മൾ മാറ്റണം. അതായത് സ്പീച്ച് പാർട്ടിന്റെ മുൻപ് വരുന്ന റിപ്പോർട്ടിംഗ് വെർബ്, ആ റിപ്പോർട്ടിംഗ് വെർബ് ചേഞ്ച് ചെയ്യാം. ഒന്ന്. രണ്ടാമത്തേത്, ചേഞ്ച് ഇൻ ദ വെർബ് ഫോം ബേസ്ഡ് ഓൺ ദി ടെൻസ് ഓഫ് ദി റിപ്പോർട്ടിംഗ് വെർബ്. റിപ്പോർട്ടിംഗ് വെർബിനെ ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി റിപ്പോർട്ടിംഗ് വെർബിന്റെ ടെൻസ് ഏതാണോ അതിനനുസരിച്ച് സ്പീച്ച് പാർട്ടിലെ ടെൻസ് മാറ്റാം. റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ആണോ സ്പീച്ച് പാർട്ട് പ്രസന്റില്, അതല്ല റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ആണോ സ്പീച്ചിനെ അതനുസരിച്ചുള്ള പാസ്റ്റ് രൂപങ്ങളിലേക്ക് മാറ്റാം. വെറുതെ പാസ്റ്റിക്ക് മാറ്റിയാൽ പോരാ, അത് ഞാൻ പറഞ്ഞുതരാം. അടുത്തത്, ചേഞ്ച് ഇൻ പീപ്പിൾ, ടൈം, പ്ലേസ്, എക്സ്പ്രഷൻസ്. സമയത്തെ കാണിക്കുന്ന, വ്യക്തികളെ കാണിക്കുന്ന, അതുപോലെ തന്നെ സ്ഥലത്തെ കാണിക്കുന്ന എക്സ്പ്രഷൻസ് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, ആളുകളെ കാണിക്കുന്ന എന്ന് പറയുമ്പോൾ പ്രോനൗണുകൾ, അതുപോലെ തന്നെ സ്ഥലത്തെയും സമയത്തെയും ഒക്കെ കാണിക്കുന്ന നൗൺ ഉള്ളത് ആണെങ്കിൽ ദെൻ, ഇതുപോലെ വരുന്ന എക്സ്പ്രഷൻസ് ചേഞ്ച് ചെയ്യാം. ഇനി ആദ്യം നമ്മൾ നോക്കുന്നത് വെർബിൽ വരുന്ന മാറ്റങ്ങളാണ്, അതായത് ടെൻസിൽ വരുന്ന മാറ്റം. ഒന്നാമത്തേത്, ചേഞ്ച് ഇൻ ദ വെർബ് ഫോം. വെർബ് ഫോം ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ, വെർബ് മാറുക എന്ന് പറഞ്ഞാൽ ടെൻസ് മാറുക എന്നാണ്. വെർബ് മാറുക എന്ന് പറഞ്ഞാൽ ടെൻസ് മാറുക. ഇത് നോക്കൂ, താഴെ പറയുന്ന രീതിയിൽ ഇൻഡയറക്റ്റില് ഇന്ന ടെൻസ് വന്നാൽ നമ്മൾ അതിനെ ഡയറക്റ്റില് ഈ പറയുന്ന ടെൻസുകൾ വന്നാൽ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഈ രീതിയിൽ എന്ത് ചെയ്യണം? മാറ്റണം. അപ്പൊ ഞാനൊന്ന് പറയാം കേട്ടോ, കേട്ടുവെക്കാം. നമ്മളെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ അതാണ് ഡയറക്റ്റ്. ഡയറക്റ്റില് സിമ്പിൾ പ്രസന്റ് വന്നാൽ, നമ്മൾ ടെൻസ് ഒക്കെ പഠിച്ചതാണ്, അതാണ് ഞാൻ എക്സാമ്പിൾ പറയാത്തട്ടോ. ഡയറക്റ്റില് സിമ്പിൾ പ്രസന്റ് വന്നു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റില് നിങ്ങൾ അത് സിമ്പിൾ പാസ്റ്റ് ആക്കി റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബും പാസ്റ്റ് ടെൻസ് വരണം കേട്ടോ. ഇനി ഡയറക്റ്റില് പ്രസന്റ് കണ്ടിന്യൂസ് നേരെ പാസ്റ്റിക്ക് മാറ്റാം. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസ്റ്റ് ഏതാ? പാസ്റ്റ് കണ്ടിന്യൂസ്. ഇത് നമ്മളെ കയ്യിലുള്ള ചോദ്യം, അതായത് ഡയറക്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ആൻസർ പാസ്റ്റ് പെർഫെക്റ്റ് ഇൻഡയറക്റ്റ് വരണം. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ചോദ്യം, അതായത് ഡയറക്റ്റ്, അങ്ങനെയാണെങ്കിൽ ഉത്തരം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഇൻഡയറക്റ്റ് വരണം. ഇനി ചോദ്യം പാസ്റ്റിലാണെങ്കിലോ സിമ്പിൾ പാസ്റ്റ്,
നമ്മൾ നേരത്തെ പറഞ്ഞു പ്രസന്റ് ആണെങ്കിൽ പാസ്റ്റിക്ക് മാറ്റാം, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്. ഇനി ചോദ്യം തന്നെ, അതായത് ഡയറക്റ്റ് തന്നെ വരുന്നത് സിമ്പിൾ പാസ്റ്റിലാണെങ്കിലോ അപ്പൊ എന്താ ചെയ്യാ? ആ സിമ്പിൾ പാസ്റ്റ് തന്നെ എഴുതല്ല വേണ്ടത്. പകരം സിമ്പിൾ പാസ്റ്റിൽ വന്ന ചോദ്യത്തെ ഡയറക്റ്റിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ്ക്ക് മാറ്റണം. പാസ്റ്റ് പെർഫെക്റ്റ്. ഇനി ചോദ്യം പാസ്റ്റ് കണ്ടിന്യൂസിലാണെങ്കിലോ നേരെ ഉത്തരം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി ചോദ്യം സിമ്പിൾ ഫ്യൂച്ചറിലാണെങ്കിലോ, അതായത് വില്ലുണ്ടാകും, സിമ്പിൾ ഫ്യൂച്ചർ വരികയാണെങ്കിലോ നമ്മൾ അതിനെ മാറ്റേണ്ടത് കണ്ടീഷണൽ. കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചോദ്യത്തിൽ വന്നിരിക്കുന്ന വില്ലിനെ വുഡ് ആക്കുക. വില്ലിനെ എന്താ ചെയ്യേണ്ടത്? വുഡ് ആക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിലോ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ കണ്ടീഷണൽ, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിലോ എന്ത് ചെയ്യണം? കണ്ടീഷൻ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വില്ലാണെങ്കിൽ നമ്മളത് വുഡ് ആക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വേറെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്ത് പറയാം. ഇനി നോക്കൂ, ഇനി പേഴ്സണുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ. പേഴ്സൺ കേട്ടോ. ഇനി ഡയറക്റ്റില് ഐന്ന് വന്നാൽ, ഡയറക്റ്റില് ചോദ്യത്തിൽ ഐ വരികയാണെങ്കിൽ നമ്മൾ ഉത്തരം എഴുതുമ്പോൾ നമ്മൾ നോക്കണം ഈ ഐ എന്നുള്ളത് ആണാണെങ്കിൽ ഹി. ആരാ പറയുന്നത് നോക്കാം. ഐ ആണാണെങ്കിൽ ഹി, ഐ പെണ്ണാണെങ്കിൽ ഷീ എന്ന് മാറ്റാം. വീന്നാണെങ്കിൽ ഒന്നും നോക്കണ്ട, ദേന്ന് മാറ്റാം. ഇനി മീന്നാണെങ്കിൽ മീ, ആണാണെങ്കിൽ ഹിംന്ന് എഴുതണം, പെണ്ണാണെങ്കിലോ ഹെർന്ന് എഴുതണം. അപ്പൊ നമ്മൾ നോക്കണം ആ മീ ആരാ, ആ മീ ആരാണ്, ആണാണോ പെണ്ണാണോ? കാരണം ഒരു ഡയലോഗ് എന്ന് പറയുമ്പോൾ രണ്ടാൾക്കാരുണ്ടാവില്ലേ, അത് ആരാണ് മീ. ഇനി മൈന്നാണെങ്കിലോ ആണാണെങ്കിൽ ഹിസ് എന്നും സ്ത്രീ ആണെങ്കിലോ ഹെറി എന്നും. ഇനി യൂന്ന് വന്നു കഴിഞ്ഞാൽ ആണാണെങ്കിൽ എന്തെഴുതണം? ഹീന്ന് എഴുതണം, അല്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഐന്ന് എഴുതണം. ഇനി പെണ്ണാണെങ്കിലോ ഷീന്ന് എഴുതണം. ഇനി അവറും അവർ സെൽസും വരികയാണെങ്കിൽ, അവറും അവർ സെൽസും വരികയാണെങ്കിൽ, അവർ വരികയാണെങ്കിൽ നമ്മൾ ദയേഴ്സ് എഴുതണം. അവറാണെങ്കിൽ, അവർ സെൽസ് ആണെങ്കിൽ നമ്മൾ ദംസെൽസ് എഴുതണം, ദംസെൽസ്. ഇനി അസ്ന്ന് വരികയാണെങ്കിലോ അസ് ദം എഴുതണം ചോദ്യത്തിൽ. ഡയറക്റ്റിൽ അസ്ന്ന് വന്നാൽ നമ്മൾ ഇൻഡയറക്റ്റിൽ ദം എഴുതണം. ഇനി മാറ്റേണ്ട എക്സ്പ്രഷൻസ് കേട്ടോ. ചേഞ്ചസ് ഇൻ ദ എക്സ്പ്രഷൻ ഓഫ് പീപ്പിൾ. ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ പറഞ്ഞത് ഏതാ പറഞ്ഞത്? നമ്മള് പീപ്പിൾ, ആളുകളുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് ചേഞ്ചസ് ഇൻ ദ എക്സ്പ്രഷൻ ഓഫ് ടൈം, സമയവുമായി ബന്ധപ്പെട്ടത്. ഏതാണ്? സമയവുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. സമയം, സ്ഥലമൊക്കെ നോക്കൂ. ഇനി ചോദ്യത്തില് നൗന്ന് വന്നാൽ ഉത്തരം എഴുതുമ്പോ ദെന്നാക്കണം. ഹിയർന്ന് വന്നാൽ ദേർന്നാക്കണം. ദീസ്ന്ന് വന്നാൽ ദോസ്ന്നാക്കണം. ദിസ്ന്ന് വന്നാൽ ദാറ്റ് ആക്കണം. ദസ്ന്ന് വന്നാൽ സോന്നാക്കണം. ഇനി നോക്കൂ, യെസ്റ്റർഡേ എന്ന് വന്നു കഴിഞ്ഞാൽ യെസ്റ്റർഡേ എന്ന് വന്നാൽ ഒന്നുകിൽ ദ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ദ ഡേ ബിഫോർ, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. ദ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ദ ഡേ ബിഫോർ. എഗോ എന്ന് വന്നാൽ ചോദ്യത്തില്, ഉത്തരത്തില് ബിഫോർ. ചോദ്യത്തില് ഡയറക്റ്റില് ടുഡേ എന്ന് വന്നാൽ ദാറ്റ് ഡേ. ടുമോറോ എന്ന് വന്നാൽ ദ നെക്സ്റ്റ് ഡേ ഓർ ദ ഫോളോയിങ് ഡേ. അവ ടുമോറോ വന്നാൽ ദ നെക്സ്റ്റ് ഡേ ഓർ ദ ഫോളോയിങ് ഡേ. അറ്റ് വൺസ് വന്നാല് ജസ്റ്റ് ദെൻ. ടുനൈറ്റ് വന്നാല് ദാറ്റ് നൈറ്റ്. ടുനൈറ്റ് ദാറ്റ് നൈറ്റ്. ഇനി ദ ഡേ ബിഫോർ യെസ്റ്റർഡേ. ദ ഡേ ബിഫോർ യെസ്റ്റർഡേ വന്നാൽ 2 days ബിഫോർ.
ദ ഡേ ആഫ്റ്റർ ടുമാറോ വന്നാൽ ഇൻ 2 days ടൈം. നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ഒക്കെ വന്നാൽ നെക്സ്റ്റ് വീക്ക് ആണെങ്കിൽ ദ ഫോളോവിങ് വീക്ക്. നെക്സ്റ്റ് വീക്ക് ദ ഫോളോവിങ് വീക്ക്. നെക്സ്റ്റ് ഇയർ ദ ഫോളോവിങ് ഇയർ. ലാസ്റ്റ് വീക്കും ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് ഡേ. ഇപ്പൊ ലാസ്റ്റിന്റെ വന്നാൽ ദ പ്രീവിയസ് വീക്ക്, ദ പ്രീവിയസ് ഇയർ. ലാസ്റ്റ് വീക്ക് ദ പ്രീവിയസ് വീക്ക്. എ ഇയർ എഗോ, എ ഇയർ ബിഫോർ. എ ഇയർ എഗോ, എ ഇയർ ബിഫോർ ഓർ എ ഇയർ ഏർലിയർ. ഇത് നോക്കൂ. അതുപോലെ മോഡൽ ഓക്സിലറീസുമായി ബന്ധപ്പെട്ട കുറച്ച് മാറ്റങ്ങൾ സിമ്പിൾ ആണ്. ഇനി ഡയറക്റ്റില് ക്യാൻ വന്നാൽ ഇൻഡയറക്റ്റ് കുഡ്, വില്ല് വന്നാൽ വുഡ്, ഷാള് വന്നാൽ ഷുഡ്, മേ വന്നാൽ മൈറ്റ്, മേ വന്നാൽ മൈറ്റ് കേട്ടോ. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ചേഞ്ചസ്. അതായത് ഈ രീതിയിൽ ചോദ്യങ്ങളിൽ ഈ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇൻഡയറക്റ്റില് ഞാൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സംഭവങ്ങളൊക്കെ ഒന്നും പഠിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് ചേഞ്ച് ചെയ്യാൻ പഠിക്കാണ്. ഡയറക്റ്റ് പറയും, നമ്മൾ അതിനെ ഇൻഡയറക്റ്റ് മാറ്റും. അപ്പൊ നിങ്ങൾക്ക് കൂടി അത് മാറ്റാനും പറയുമ്പോൾ മനസ്സിലാവാനും എന്താ സംഭവം ചെയ്തെന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ഇത് അങ്ങോട്ട് പഠിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിമ്പിളായിട്ട് ഡയറക്റ്റിനെ നമുക്ക് ഇൻഡയറക്റ്റിനെ കൂടി ചേഞ്ച് ചെയ്യാം. ആദ്യം നിങ്ങൾ ഡയറക്റ്റിൽ ഇപ്പം എന്ത് ചെയ്യണം? വില്ല് വന്നാൽ വുഡ്, അതുപോലെ തന്നെ പ്രസന്റ് വന്നാൽ സിമ്പിൾ പ്രസന്റ് പാസ്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ്. ഈ രീതിയിൽ എന്ത് ചെയ്യണം? നിങ്ങളും ഇങ്ങനെ പറയാൻ ആദ്യം ഇതൊന്ന് നോക്കി പഠിക്കാം. നമ്മൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് കാരണം ഇന്ന് തന്നെ പഠിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? സെറ്റായിട്ട് നമുക്ക് ഡയറക്റ്റിനെ ഇൻഡയറക്റ്റിന് നമുക്ക് അങ്ങോട്ട് സുഖമായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, പഠിക്കുക. കണ്ട ശേഷം എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.